ഫ്രണ്ട്സ് ഇപ്പം നോക്കിയാൽ ഈ ഒരു സൈഡ് മുഴുവൻ അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയാൽ നമ്മളുടെ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡും ആ ഒരു ഭാഗവും അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഭാഗം നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു ബാക്ക് വശത്ത് ഈ ഒരു സെക്ഷൻ മാത്രം നമ്മൾ അടിച്ചു കഴിഞ്ഞുള്ളൂ. ഇനി നോക്കിയാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുണ്ട്. ഇതിൽ നമ്മുടെ കോഴികളുടെ കാഷ്ടമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിച്ചാൽ കിട്ടും. അതിന് വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ടാണ്. അതിന് ശേഷമാണ് അടുത്തൊരു സെക്ഷൻ വന്നുള്ളത്. ബാക്കി നമ്മൾ അടികൾ സെറ്റ് ചെയ്താൽ മതി, ചാക്ക് എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഈ സംഭവം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കോഴിക്കോടിൻ്റെ നെറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റൂഫ് അടിച്ച് വയ്ക്കാനുള്ള പരിപാടികളുള്ളൂ. ഫ്രണ്ട്സേ ഈ ഒരു നെറ്റും മുകളിൽ റൂഫൊക്കെ അടിച്ചിട്ട് ഇനി കാണാം കേട്ടോ ഗായ്സ്. അപ്പോൾ നോക്കിയാൽ നമ്മളുടെ കോഴിക്കോടിൻ്റെ ഫുൾ വർക്ക് ഇത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നോക്കിയാൽ നമ്മളുടെ കോഴിക്കോടിൻ്റെ വർക്ക് ഇത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ പാക്ക് ചെയ്ത് എല്ലാ സൈഡും പാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ട. അപ്പോൾ നോക്കിയാൽ ഷീറ്റ് നോക്കി നല്ല രീതിയിൽ നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കണ്ട. അപ്പോൾ നോക്കി ഏകദേശം നോക്കി 1 2 3 4 കള്ളിയാണ് കേട്ടോ. ഏകദേശം ഒരു കള്ളിയിൽ ഒരു 10 കോഴിയോളം നമുക്ക് ഇതിൽ വളർത്താനായിട്ട് പറ്റും. അങ്ങനെ 4 കള്ളി വെച്ചിട്ട് 40 കോഴിയോളം നമുക്ക് വളർത്താനായിട്ട് സാധിക്കും കേട്ടോ. എല്ലും കട്ടയൊക്കെ എടുത്ത് കെട്ടിച്ചിട്ട് ഈ സൈഡിൽ നമുക്ക് വെക്കണം. അതിന് മുന്നേ ഈ സൈഡൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ബാക്കി ഷീറ്റ് കഷ്ണം ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഇവിടെ പാക്ക് ചെയ്യാം. ബാക്ക് വശം അതുപോലെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കൊക്കെ ഒരു പ്രൈവസി കിട്ടും. ഇന്ന് നോക്കി വൈകുന്നേരമായിട്ടാണ്. അപ്പോൾ ഇനി ബാക്കി പണി നാളെ കാണാം ഗായ്സ്. അപ്പം നോക്കിയാൽ നമ്മളുടെ 2ാമത്തെ ദിവസത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കണ്ട പോലെ തന്നെയാണ് നമ്മളെ ഇതൊക്കെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള പരിപാടി എന്നിട്ട് ഈ സൈഡ് നമുക്കൊന്ന് മൂട്ടണം, അതുപോലെ ബാക്ക് സൈഡ് നമുക്ക് അടയ്ക്കണം. അതിനായിട്ട് നമ്മൾ 2 സൈഡിലേക്ക്, അതായത് ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും ഈ ഭാഗത്തേക്കായിട്ട് നമ്മളിൽ ഷീറ്റ് കട്ട് ചെയ്ത പീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ടൊന്ന് നമ്മൾ അടയ്ക്കാനായിട്ട് ഉണ്ട്. അത് എങ്ങനെ അടയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ പീസ് വേറെ നോക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സൈഡ് മൂട്ടും നമ്മൾ അടയ്ക്കും കണ്ട. അപ്പോൾ ഈ ഒരു സൈഡ് കണ്ട. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ അടി വരെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ക്ലോസ് ആയി. ഇത് കണ്ട, ഇത് ഫ്രണ്ട് വശം. ഇത് ബാക്ക് വശത്ത് നമുക്ക് ഇതേപോലെ ഒരു ഷീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നല്ല മാതിരി മൂട്ടിയിട്ട് വേണം നമ്മളത് ആ ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കാനായിട്ട്. ഫ്രണ്ട്സ് അപ്പം നോക്കിയാൽ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ അടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സൈഡും ഈ സൈഡും അടിച്ചിട്ട് ഇനി കാണാം കേട്ടോ. നോക്കിയാൽ നമ്മൾ ഈ ഒരു വശം അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വശം നോക്കി അടച്ചിട്ടുണ്ട്. തന്നിപ്പുറം നോക്കി അവിടുത്തെ കല്ലൊക്കെ കട്ട് ചെയ്യാനിട്ട്. അപ്പം ഇനി ഈ ഒരു വശം, ഈ ബാക്ക് വശം ഫുള്ളായിട്ട് അടയ്ക്കാൻ കവറിട്ട് അടയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. ഒരു ഷീറ്റിട്ട് അടയ്ക്കാം. അത് അടച്ചിട്ട് ഇനി കാണാം ഗായ്സ്. അപ്പം നോക്കിയാൽ നമ്മളുടെ കൂടിൻ്റെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ്. നോക്കിയാൽ ഈ ഭാഗത്ത് നമ്മൾ വേറെ ഷീറ്റ് വെച്ചു. പിന്നെ നോക്കിയാൽ ഈ ഇതുണ്ട നമ്മൾ ചാക്ക് ഷീറ്റ് ഉണ്ട്, ഇതുകൊണ്ട് മൂടിയിട്ട് ഈ ഭാഗത്ത് അടയാൻ വേണ്ടിയിട്ട്. കൂടിൻ്റെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട ഗായ്സ്. നോക്കിയാൽ ഇത് നമ്മളെ കൂടിട്ട് ഇതെടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാറ്റാനായിട്ട് പോവാണ് കേട്ടോ ഗായ്സ്. നമ്മൾ നോക്കിയാൽ ഇതെടുത്ത് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. ശരിക്കും പൊന്തില്ല, നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. രക്ഷയില്ല. ഗായ്സ് അപ്പം നോക്കിയാ നമ്മളുടെ കൂടുതൽ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ കല്ലിട്ടിട്ട് സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഗായ്സ് നോക്കിയാൽ ഇതൊക്കെ ഫുള്ളായിട്ട് കല്ലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ 2 കള്ളിയിലിടാനുള്ള കോഴികൾ മാത്രമല്ല ഇനി കോഴിനിടാനായിട്ട് പോകേണ്ടത്. അടിയിൽ ചാക്കിട്ടു, പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിൽ ചാക്കുണ്ട്. ഇങ്ങനെ ചാക്കിട്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന വേസ്റ്റ്, അതായത് കോഴിയുടെ വേസ്റ്റ് ഫുള്ള് ഇതിൽ വീണിട്ട് നമുക്ക് ഈ ചാക്ക് വലിച്ചെടുത്ത് കഴുകിയിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അതുകൊണ്ട് ഇതിന് പറ്റിയ നല്ലൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുത്തത്. ഗ്യാപ്പ് കുറച്ച് കൂടുതൽ കൊടുത്തോണ്ട് കുഴപ്പമില്ല, 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് കൊടുത്തോണ്ട് കുഴപ്പമില്ല. നമ്മൾ സ്പേസിലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു 4 ഇഞ്ച് എടുത്തുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നല്ല ഹൈറ്റ് ഇത് കറക്റ്റ് ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നോക്കിയേ ഗൈസ്, നോക്കിയേ ഇതാണ് കേട്ടോ എൻ്റെ വലിപ്പം. നോക്കിയേ ഇതാണ് നമ്മളെ കോഴികൾ കേട്ടോ. കുറച്ചധികം കോഴികളുണ്ട്. അപ്പോൾ 2 കളിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മുകളിലേക്ക് അല്ലേ. അപ്പോൾ ഈ കോഴി നമുക്ക് മുകളിലേക്ക് ഇടാം. ഓക്കെ ഗൈസ് നോക്കിയേ കണ്ട, ഒരു കോഴിനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് നോക്കിയേ അങ്ങനെ മുകളിലേക്ക് നമ്മൾ 3 കോഴിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈയൊക്കെ കുത്തു നോക്കി. നോക്കിയേ ഇനി അടിയിലേക്കുള്ള കോഴിയാണ് കേട്ടോ. ഇത് കേട്ടോ.
പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിറച്ചോ നോക്കിയേ 5 കോഴീനെ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നോക്കിയാൽ നമ്മളുടെ കോഴിക്കോടിന്റെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നമ്മൾ കോഴിക്കോട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസസ് ആണ്, ഫുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നോക്കിയാൽ കോഴിക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഈ ഒരു സെക്ഷനിലുള്ള കോഴി മാത്രമേ ഉള്ളൂ. അടുത്ത സെക്ഷനിലുള്ള കോഴി അടുത്ത നാളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മനസ്സിലാ വീഡിയോ നോക്കിയാൽ ഇത്ര കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.